ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാലം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. മഹത്തായ 30ാം വർഷത്തിലേക്ക് വെക്കേഷൻ ക്ലാസുകൾ 8, 9, 10 സ്റ്റേറ്റ് ആൻഡ് CBSE ഗോയിങ് ക്ലാസുകൾ, +1, +2 ട്യൂഷൻ ക്ലാസുകൾ 20/4/2015 ആരംഭിക്കുന്നു. മറ്റു ക്ലാസുകൾ +1, +2, BA, BCom, MA ആൻഡ് MCom. ഞങ്ങളുടെ പ്രത്യേകതകൾ: അഡ്മിഷൻ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം. കുട്ടികൾക്ക് യൂണിഫോം, തിരിച്ചറിയൽ കാർഡ് എന്നിവ. KSRTC സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ. SC, ST, OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ.
പുനലൂർ രൂപതാ വികാരി ജനറലായിരുന്ന ഫാദർ മാർട്ടിൻ പി ഫെർണാണ്ടസ് നിര്യാതനായി. ചൊവ്വാഴ്ച രാത്രി 11 അടൂർ ഹോളി ക്രോസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. പത്തനാപുരത്ത് KSRTC ബസിന് നേരെ വീണ്ടും ആക്രമണം. ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന ബസിന്റെ ചില്ല് എറിഞ്ഞുടച്ചു. അരിപ്പ ഭൂസമരത്തിന് ഹിന്ദു ഐക്യവേദിയുടെ പിന്തുണ. സമരക്കാർക്ക് കൃഷിഭൂമി ലഭ്യമാക്കണമെന്നും ഹിന്ദു ഐക്യവേദി. വാർത്തകൾ വിശദമായി. പുനലൂർ രൂപതാ വികാരി ജനറലായിരുന്ന ഫാദർ മാർട്ടിൻ പി ഫെർണാണ്ടസ് നിര്യാതനായി. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് അടൂർ ഹോളി ക്രോസ് ആശുപത്രിയിൽ ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു അന്ത്യം. കൊല്ലം ക്ലാപ്പന ആലുമൂട്ടിൽ ഹൌസിൽ പീറ്റർ ഫെർണാണ്ടസിന്റെയും ട്രേസിയുടെയും മകനായിരുന്നു മാർട്ടിൻ പി ഫെർണാണ്ടസ്. 8ാം വയസ്സിൽ കൊല്ലം സെന്റ് റാഫേൽ മൈനർ സെമിനാരിയിൽ ചേർന്നു. ട്രിച്ചി മേജർ സെമിനാരിയിലെ വൈദ്യശാസ്ത്ര പഠന ശേഷം 1956 വൈദിക പട്ടം സ്വീകരിച്ചു. 1963 മുതൽ 72 വരെ തങ്കശ്ശേരി ബോർഡിംഗ് വാർഡനായും ഇൻഫന്റ് ജീസസ് പ്രോ കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരിയായും സേവനമനുഷ്ഠിച്ചു. 1972 മുതൽ 82 വരെ കൊട്ടിയം ഭാരത്മാത ITCയുടെയും നസ്രത്ത് ബാലസദനത്തിന്റെയും ഡയറക്ടറായി. 1982 മുതൽ 86 വരെ പാണ്ഡിത്യട്ട ദിവ്യരക്ഷാ ദേവാലയ വികാരിയായി. 86 മുതൽ 99 വരെ കൊട്ടാരക്കര മിഷന്റെ വികാരിയായിരുന്നു. 99 മുതൽ 2005 വരെ പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 2005 മുതൽ 2014 ജൂൺ 26 വരെ ഇളമ്പൽ സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ വികാരിയായി. 2000 മാർച്ച് 30 മുതൽ 2014 ഓഗസ്റ്റ് 1 വരെ പുനലൂർ രൂപതയുടെ വികാരി ജനറലായി സേവനമനുഷ്ഠിച്ചു. ബുധനാഴ്ച ഉച്ചയോടെ പുനലൂർ ബിഷപ്പ് ഹൌസിലെത്തിച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യോപചാരം അർപ്പിച്ചു. സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരാണ് ബിഷപ്പ് ഹൌസിലെത്തി മാർട്ടിൻ പി ഫെർണാണ്ടസിന് അന്ത്യോപചാരം അർപ്പിച്ചത്. തുടർന്ന് പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രലിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. അവിടെയും വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. വൈകിട്ട് 6 മണിയോടെ മൃതദേഹം സെന്റ് മേരീസ് കത്തീഡ്രലിൽ സംസ്കരിച്ചു. ലൈവ് വാർത്ത പുനലൂർ. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും ഫാദർ മാർട്ടിൻ പി ഫെർണാണ്ടസിന് അന്ത്യോപചാരം അർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾക്ക് തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസ പാക്യം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസപാക്യം സംസ്കാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരീം, കൊല്ലം ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ, മാവേലിക്കര രൂപത ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ്, പുനലൂർ രൂപത ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ, കൊല്ലം രൂപത മുൻ ബിഷപ്പ് ജോസഫ് ജി ഫെർണാണ്ടസ്, പുനലൂർ രൂപത വികാരി ജനറൽ വിൻസെന്റ് എസ് ഡിക്രൂസ്, ജോൺസൺ ജോസഫ്, സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഡോക്ടർ ക്രിസ്റ്റി ജോസഫ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അജപാലന രംഗത്ത് ഉത്തമ മാതൃകയായിരുന്ന വൈദികനാണ് ഫാദർ മാർട്ടിൻ പി ഫെർണാണ്ടസ്. പാവപ്പെട്ടവരോട് കരുണ കാട്ടുന്ന സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന വൈദികനായിരുന്നു അദ്ദേഹം. ആരോഗ്യ കാരണങ്ങളാൽ വികാരി ജനറൽ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. ഒരാഴ്ചയായി അടൂർ ഹോളി ക്രോസ് ആശുപത്രിയിൽ ചികിത്സ പുനലൂർ രൂപതയുടെ കൃഷികൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ഫാദർ മാർട്ടിൻ പി ഫെർണാണ്ടസ് ആണ്. വിളക്കുടി സ്നേഹതീരത്തിലെ അന്തേവാസികളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതുമെല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന വൈദികൻ അജപാലന രംഗത്ത് നല്ല മാതൃകയായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും മുൻനിരയിൽ ഈ വൈദികൻ എന്നും ഉണ്ടായിരുന്നു. മൃതദേഹം പുനലൂർ ബിഷപ്പ് ഹൌസിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. KLDC ചെയർമാൻ ബെന്നി കക്കാട്, പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയനൻ തുടങ്ങിയവരും അന്ത്യോപചാരം അർപ്പിക്കാനെത്തി. മോൺസിഞ്ഞോർ മാർട്ടിൻ ഫെർണാണ്ടസ് അച്ഛന്റെ ദേഹവിയോഗത്തിൽ പുനലൂർ പട്ടണമാകെ ദുഃഖത്തിൽ ആയിരിക്കുകയാണ്. തൻ്റെ 50 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അനേകം ആളുകൾക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുവാൻ കഴിഞ്ഞത് മാർട്ടിൻ അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെ ഞാൻ കാണുന്നു. ഈ പുനലൂർ പട്ടണത്തിൽ തന്നെ അദ്ദേഹത്തെ അറിയാത്തവരായി ആരും തന്നെയില്ല. ഇവിടെ ഈ സഭയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വലിയ അനേകം 3 പിതാക്കന്മാരോടൊപ്പം സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യനിധിയായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പുനലൂർക്കാർക്ക്, ഈ പ്രദേശത്തുള്ളവർക്ക് ആത്മീയ ജീവിതത്തിൽ നയിച്ചവർക്ക് മറക്കാൻ കഴിയില്ല. ആദരണീയനായ മാർട്ടിൻ അച്ഛൻ നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. അതിൽ നമുക്കൊക്കെ അഗാധമായ ദുഃഖമുണ്ട്. കൃഷികാര്യങ്ങളിൽ ഈ പ്രായത്തിൽ പോലും കൃഷികാര്യങ്ങളിൽ ഇത്രയും താല്പര്യം കാണിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തി ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സാധാരണക്കാരായ ജനങ്ങളെ സ്നേഹിക്കാനും എപ്പോഴും പുഞ്ചിരിച്ച മുഖവുമായിട്ട് നടക്കുന്ന ആ ആദരണീയ വ്യക്തിയെ നമ്മുടെ മനസ്സിൽ നിന്നും മാറ്റാൻ സാധിക്കത്തില്ല. ലൈവ് വാർത്ത പുനലൂർ. പുതുതായി രൂപീകരിക്കപ്പെട്ട പുന്നല പഞ്ചായത്തിലെ വാർഡ് വിഭജനം പൂർത്തിയായി. പിറവന്തൂർ പഞ്ചായത്തിൽ നിന്നും ഏറ്റെടുത്ത പ്രദേശങ്ങൾ മാത്രമാണ് പുതിയ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നത്.
പിറവന്തൂർ പഞ്ചായത്തിലെ 21 വാർഡിൽ നിന്നും 7 വാർഡുകളാണ് പുന്നല പഞ്ചായത്തിനായി ഏറ്റെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 14 വാർഡുകൾ പിറവന്തൂർ പഞ്ചായത്തിൽ തന്നെ നിലനിർത്തി. 7 വാർഡുകൾ വിഭജിച്ച 13 വാർഡുകളാണ് പുതുതായി രൂപീകരിച്ച പുന്നല പഞ്ചായത്തിലുള്ളത്. പത്തനംതിട്ട ജില്ലാ അതിർത്തി വരെയാണ് പുന്നല പഞ്ചായത്ത്. കലഞ്ഞൂർ, പത്തനാപുരം, പിറവന്തൂർ എന്നീ പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. പത്തനാപുരം പഞ്ചായത്തിലെ പൂങ്കുളഞ്ഞോടി ഉൾപ്പെടുത്തുമെന്ന് ആദ്യം തീരുമാനമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അന്തിമഘട്ടത്തിൽ അത് പിൻവലിച്ചു. 3703 കുടുംബങ്ങളിലായി 15286 പേരാണ് പുതിയ പഞ്ചായത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ 7428 പുരുഷന്മാരും 7828 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഉമ്മന്നൂർ, മമ്മൂല, വാഴങ്ങോട്, കണിയാമ്പടിക്കൽ, നടനൂർ, കടച്ചിറ, കടക്കാമൺ, മരുതിമൂട്, കരിമ്പാലൂർ, ചാച്ചിപ്പുന്ന, പുന്നല വെസ്റ്റ്, പുന്നല ഈസ്റ്റ്, കളശ്ശേരി എന്നിവയാണ് ക്രമസംഖ്യാടിസ്ഥാനത്തിലുള്ള വാർഡുകൾ. എന്നാൽ പിന്നീട് വാർഡുകളുടെ പേരുകളിൽ മാറ്റമുണ്ടാകുമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. ലൈവ് വാർത്ത, പത്തനാപുരം. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPI കടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് S. ബുഖാരി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും CPI നേതാവ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. ഈ രാജ്യത്തെ മുഴുവൻ അന്വേഷണ ഏജൻസികളും കോൺഗ്രസിന്റെ കയ്യിലാണ്. മുഖ്യമന്ത്രിയെ പോലും ഉപദേശിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ കടയ്ക്കലുണ്ട്. അപ്പൊ ഈ രേഖകളെല്ലാം എടുത്തു വെച്ച് നിങ്ങൾ നേരെ മുകളിലോട്ട് പോകും. അവിടെ പോകണ്ടേ? അവിടെ പോയി ഈ മുഖ്യമന്ത്രിയോട് കടയ്ക്കൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, ഈ അഴിമതി ഇന്നതെന്നെല്ലാമാണ് എന്ന് ഇവിടെ റെക്കോർഡ് കിട്ടും. കൊണ്ടുപോയി അവിടെ കൊടുത്ത് അവിടെ വിജിലൻസ് ഉണ്ട്, അതുപോലെ നിരവധി അന്വേഷണ ഏജൻസികളുണ്ട്. അവരെ കൊണ്ട് നിങ്ങളെ അന്വേഷിപ്പിക്കണ്ടേ? അപ്പം അങ്ങനെ അന്വേഷിപ്പിക്കാതെ വെറുതെ കാടടച്ച് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി. ഇത് ആരെ പറ്റിക്കാനാണ്? ഇങ്ങനെ പറ്റിക്കാൻ പറ്റിയൊരു അവസരമാണോ ഇപ്പോ? LDFന്റെ നേതൃത്വത്തിൽ കടയ്ക്കലിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDFന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അഴിമതി വ്യക്തമായി ബോധ്യപ്പെടുത്താനോ മതിയായ തെളിവുകൾ ഹാജരാക്കാനോ കഴിയാത്ത UDF നേതൃത്വമാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഇതെല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ മാത്രമാണെന്നും S. ബുഖാരി പറഞ്ഞു. പക്ഷെ പറയുമ്പോഴും ചെയ്യുമ്പോഴും സത്യസന്ധതയുടെ അംശങ്ങൾ വേണം. ഇവിടെ ഈ അഴിമതിക്കെതിരെ അന്വേഷിക്കാൻ തടയിടാൻ പോകാൻ ഇവിടെ LDFന്റെ ഒരു നേതാവ് വിചാരിച്ചാലും നടക്കത്തില്ല. ഈ ഏജൻസികളെല്ലാം അവരുടെ കയ്യിലാണ്. നിങ്ങൾ ഒരു തുണ്ട് പേപ്പർ എഴുതി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പെപ്പേന്ന് വരും അന്വേഷിക്കാം. അന്വേഷിച്ച് എന്താന്ന് വെച്ചാൽ അവർ നടപടി എടുക്കും. അപ്പൊ അതറിയാവുന്ന നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ വെറുതെ മൈക്കെടുത്ത് വെച്ച് ബിന്ദുകൃഷ്ണയെ പോലുള്ളവരെ കൊണ്ടുവന്ന് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ ആര് വിശ്വസിക്കുമെന്നാണ്? ലൈവ് വാർത്ത, കടയ്ക്കൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ, തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442555870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഓഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഓഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wares.
from the house of luxury sanitary wares. Style Bath, കൊട്ടാരക്കര, ആയൂർ, പുനലൂർ. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ, പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. പെൺമനസ്സിനെ തൊട്ടു തഴുകുന്ന അതിവിശാലമായ ബ്രൈഡൽ കളക്ഷൻ. സംഗീതമൊഴുകുന്ന ശ്രുതിമാധുര്യത്തോടെ കനകവർണ്ണത്തിൽ ചാലിച്ചെഴുതിയ സ്വപ്നചിത്രം ഇനി നിങ്ങൾക്കും സ്വന്തം. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുവാൻ ഏറ്റവും പുതിയ ഡയമണ്ട് കളക്ഷൻസ്. ഇടിമണ്ണിക്കൽ സ്വർണ്ണമാകും, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുതറ, ചിറ്റാർ. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, the perfect new generation polytechnic college. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. പത്തനാപുരത്ത് KSRTC ബസിന് നേരെ വീണ്ടും ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന ബസിന്റെ ചില്ല് സാമൂഹ്യ വിരുദ്ധർ എറിഞ്ഞുടച്ചു. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന KSRTC ബസിന്റെ ചില്ലാണ് സാമൂഹ്യ വിരുദ്ധർ എറിഞ്ഞുടച്ചത്. കൊല്ലം പത്തനാപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസിന്റെ ചില്ലാണ് തകർക്കപ്പെട്ടത്. കഴിഞ്ഞ കുറെ നാളുകളായി KSRTC ഡിപ്പോ കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വ്യാപകമായിട്ടുണ്ട്. 4 മാസം മുമ്പാണ് നിർത്തിയിട്ടിരുന്ന ബസിന്റെ ഡീസൽ മോഷണം പോയത്. കൂടാതെ 4 ബസുകളുടെ ചില്ലുകൾ എറിഞ്ഞുടച്ചതും അടുത്തിടെയാണ്. ഡിപ്പോ അധികൃതർ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും KSRTC അധികൃതർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. മുല്ലക്കര രത്നാകരൻ MLA ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കടയ്ക്കൽ ടൗണിൽ നടന്ന യോഗം ചടയമംഗലം MLA മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. മടിയിൽ കിടക്കാൻ അവസരം കിട്ടുന്നില്ല, പിണങ്ങാൻ അവസരം കിട്ടുന്നില്ല, കിണുങ്ങാൻ അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത്ര സ്നേഹം ഒരു സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടുന്ന പോലെ സ്നേഹത്തിൽ അവർക്ക് അനുകൂലമായ വിധികൾ, സ്നേഹത്തിന്റെ അനുകൂലമായ വിധികൾ എപ്പോഴും കുട്ടികൾക്ക്, ചെറുമക്കൾക്ക് കിട്ടുന്നത് അമ്മൂമ്മമാരിൽ നിന്നാണ് അത് കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ കൂടെ കിട്ടുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി, ഒരു കുട്ടി സത്യത്തിൽ വലുതിലേക്കുള്ള സഞ്ചാരം തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ വലുതിലേക്കുള്ള സഞ്ചാരം തുടങ്ങണമെങ്കിൽ നമുക്ക് ചിലത് കൂടി ചേർക്കപ്പെടേണ്ടതുണ്ട്. അതിലാണ് മുറ്റം തൂക്കാൻ പഠിക്കണമെന്നും വെള്ളം കോരാൻ പഠിക്കണമെന്നും ഒരാൾ വന്നാലും നെനീച്ച് അവർക്ക് ഇത് പെരുമാറാൻ പഠിക്കണമെന്നൊക്കെ പറയുന്നത് ആ പഠിത്തത്തിന്റെ ഭാഗമാണ്. എല്ലാ വർഷവും സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ക്യാഷ് അവാർഡ് നൽകി വരുന്നുണ്ട്. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ B. ശിവദാസപിള്ള, ബാങ്ക് പ്രസിഡന്റ് K. മധു, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ലത, ജില്ലാ പഞ്ചായത്ത് അംഗം S. ആനന്ദകുസുമം, V. സുബ്ബലാൽ, അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത, കടയ്ക്കൽ.
സൈലന്റ് വാലിയിലെ സിംഹവാലൻ കുരങ്ങുകളെ പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയായി AASF മാറിയെന്ന് SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രാജേഷ് ആരോപിച്ചു. AASF നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ CPI നേതൃത്വം രംഗത്ത് വരണമെന്നും SFI നേതാവ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ AASF ആകമാനം ഇപ്പോൾ പത്തനാപുരം മണ്ഡലത്തിൽ തന്നെ ചുരുക്കം ചില സ്കൂളുകളിലാണ് സൈലന്റ് വാലിയിലെ സിംഹവാലൻ കുരങ്ങുകളെ പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന നാശത്തിന്റെ വക്കീലെത്തിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് AASF മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പത്തനാപുരത്ത് മാത്രമായി AASF എന്ന സംഘടന ഒതുങ്ങിയെന്നും SFI നേതാവ് ആരോപിച്ചു. AASF പ്രവർത്തകർ കൂട്ടമായി SFIയിൽ അംഗത്വമെടുക്കുന്നതിന്റെ പകപോക്കലാണ് തങ്ങൾക്കെതിരെ AASF നടത്തുന്നതെന്ന് SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി രാജേഷ് ആരോപിച്ചു. SFIയുടെ ഈ മുന്നേറ്റം കണ്ടുകൊണ്ട് പുന്നല സ്കൂൾ ഉൾപ്പെടെയുള്ള നിരവധി സ്കൂളുകളിൽ AASFന്റെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ SFIയിലേക്ക് കടന്നുവരികയും അതിൽ പ്രകോപിതരായിക്കൊണ്ട് AASFന്റെ പത്തനാപുരത്ത് നേതൃത്വം അവർ യാതൊരു കാരണവുമില്ലാതെ SFIയുടെ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ കൊടിതോരണങ്ങളും എല്ലാം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. AASFന്റെ ഇത്തരം ദുഷ്പ്രചരണങ്ങൾക്ക് കടിഞ്ഞാനിടാൻ CPI നേതൃത്വം തയ്യാറാകണമെന്നും രാജേഷ് പറഞ്ഞു. അവർക്ക് പിടിച്ചു കയറുവാനുള്ള ഒരു ശേഷി SFIയുടെ ഇല്ലായ്മയിലൂടെ SFIയെ തകർത്തുകൊണ്ട് മാത്രം പിടിച്ചു കയറുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് AASF പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് AASFന്റെ ജില്ലാ നേതൃത്വം തയ്യാറാകണം. AASF അതുപോലെ തന്നെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന എന്നുള്ള തരത്തിൽ ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ചേരുന്ന തരത്തിലുള്ള പ്രവർത്തനമാണോ AASF പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയിൽ നടത്തുന്നത് എന്നുള്ളതിനെപ്പറ്റി ഇവിടുത്തെ അതിന്റെ പാർട്ടിയായിട്ടുള്ള CPIയുടെ നേതാക്കന്മാർ തന്നെ അത് പരിശോധിച്ചുകൊണ്ട് ഇവർക്കെതിരെയെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള അച്ചടക്ക നടപടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പാർട്ടി സഖാക്കൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം AASF മണ്ഡലം പ്രസിഡന്റ് അജ്മലിനെ SFI ഏരിയ പ്രസിഡന്റ് അംജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീടുകയറി മർദ്ദിച്ചതായി ആരോപിച്ച് AASF പ്രവർത്തകർ പ്രതിഷേധിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് SFI നേതാവിന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ അരിപ്പയിൽ നടക്കുന്ന ഭൂസമരത്തിന് ഹിന്ദു ഐക്യവേദിയുടെ പിന്തുണ. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ സമരഭൂമിയിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ES ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അരിപ്പ സമരഭൂമിയിൽ സന്ദർശനം നടത്തിയത്. സമരഭൂമിയിൽ സന്ദർശനം നടത്തിയ ഹിന്ദു ഐക്യവേദി നേതാക്കൾ ഭൂമിക്കായുള്ള സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചു. സാധാരണ സമരങ്ങളിൽ അർഹതയുള്ള മുഴുവൻ പേർക്കും ഭൂമി ലഭിക്കാറില്ലെന്ന് സമരഭൂമിയിലെത്തിയ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ES ബിജു പറഞ്ഞു. ഏറ്റവും അവസാനം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ നിൽപ്പ് സമരത്തിന്റെ അവസാനം ഉണ്ടാക്കിയ ഈ കരാറുകളുടെ എല്ലാം അവസാനം കുറച്ചാളുകൾ എല്ലാവിധ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു എന്നാണ്. ചെങ്ങറ എഗ്രിമെന്റിൽ നിന്ന് പുറത്താക്കിയവർ ഈ സമരഭൂമിയിലുണ്ട്. ആദിവാസി കരാറിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുണ്ട്. അതുപോലെ എല്ലാ കരാറുകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരും ഏറിക്കിടക്കാൻ ഭൂമിയില്ലാത്തവർ, മരിച്ചാൽ അടക്കം ചെയ്യാൻ 6 അടി മണ്ണില്ലാത്തവർ അവരാണ് ഈ സമരത്തിൽ ഈ എഗ്രിമെന്റുകളിൽ നിന്നെല്ലാം ഒഴിവാക്കും. 3 സെന്റ് ഭൂമിക്കായല്ല, കൃഷിക്ക് വേണ്ടിയുള്ള ഭൂമി ലഭിക്കുന്നതുവരെ സമരം തുടരണമെന്നും ബിജു പറഞ്ഞു. ഈ 3 സെന്റിന് വേണ്ടിയുള്ള സമരമല്ല നമുക്ക് കൃഷിഭൂമി. കേന്ദ്രം ഒരു നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നയത്തിന് അനുസൃതമായി 1.5 ഹെക്ടർ ഭൂമി, ഏകദേശം 2.5 ഏക്കർ ഭൂമി, അതാണ് കൃഷിഭൂമിയാണ് വേണ്ടത്. ആ മണ്ണിൽ പണിയെടുത്താൽ ഒരു കുടുംബത്തിന് ജീവിക്കാൻ കഴിയുന്ന ആദായം ലഭ്യമാക്കാൻ കഴിയുന്ന ഭൂമിയാണ്. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി അഷ്ടപാലൻ വെള്ളാർ സ്വാഗതം പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിമാരായ ശിശുകുമാർ, പുത്തൂർ തുളസി, ജില്ലാ പ്രസിഡന്റ് ശശിധരൻ പിള്ള, ജില്ലാ ജനറൽ സെക്രട്ടറി മണപ്പാട് സുരേഷ്, മഹിളാ ഐക്യവേദി ജില്ലാ സെക്രട്ടറി ശ്രീദേവി, താലൂക്ക് സെക്രട്ടറി രാമകൃഷ്ണൻ, സിദ്ധനർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി രാജ്മോഹൻ തുടങ്ങിയവർ സമരഭൂമി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love.
പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് SBTക്ക് സമീപം മെയിൻ റോഡ് പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുറുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെ പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത് ENT സ്പെഷ്യലിസ്റ്റ്, ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222239. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് ACയുടെ അംഗീകൃത ഡീലർ. ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക് BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K. മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഓളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. LDFന്റെ നേതൃത്വത്തിൽ കടയ്ക്കലിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൊല്ലായിൽ സുദേവൻ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. LDF ഭരിക്കുന്ന കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളിൽ വ്യാപക അഴിമതി നടക്കുന്നു എന്ന UDFന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകുന്നതിന് വേണ്ടിയാണ് യോഗം സംഘടിപ്പിച്ചത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൊല്ലായിൽ സുദേവൻ രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് അഴിമതിക്കാരായ മന്ത്രിമാരെ സംരക്ഷിക്കുന്ന, ചക്രശ്വാസം വലിച്ചുകൊണ്ട് 4 വർഷക്കാലമായി മുന്നോട്ടു പോകുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാനം നീക്കി ബാക്കി 2 ആഴ്ചക്കാലത്തിനിടയിൽ പത്രങ്ങളിൽ വരികയുണ്ടായി. എന്തായാലും 11 മാസക്കാലത്തിനിടയിൽ കേരള നിയമസഭയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പും 4 മാസക്കാലത്തിനിടയിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് UDFന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കോൺഗ്രസുകാർ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി
പഞ്ചായത്തിനെതിരെ അപവാദ പ്രചരണങ്ങളുമായി പ്രധാനമായി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തുകളിൽ ഒന്നാണ് കടയ്ക്കൽ പഞ്ചായത്ത്. ഒരു 30 വർഷക്കാലത്തിനപ്പുറമുള്ള കടയ്ക്കൽ പഞ്ചായത്തിന്റെ ചിത്രവും ഇന്ന് കടയ്ക്കൽ പഞ്ചായത്തിന്റെ ചിത്രവും എന്ത് എന്ന് ഒരു 45-50 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾ, ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട ആളുകൾ ഒന്ന് ചിന്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 35 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനകരമായ ഭരണം നടത്തി ഇന്ന് മുന്നേറുമ്പോൾ 35 വർഷക്കാലത്തിന് മുമ്പ് കടയ്ക്കൽ നിന്ന് മറ്റൊരു പ്രദേശത്തോ ഒരു സംസ്ഥാനത്തോ മറ്റൊരു രാജ്യത്തോ പോയി താമസിച്ച് ഇന്ന് ഇവിടെ കടയ്ക്കൽ വന്നിറങ്ങുന്ന ഒരാൾ കാണുന്ന ചിത്രം ഇതാണ്. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലത സ്വാഗതം പറഞ്ഞു. CPI നേതാവ് സുകുമാരപിള്ള അധ്യക്ഷനായി. ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ ബി ശിവദാസൻ പിള്ള, CPI കടയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് എസ് ബുഖാരി, CPM കടയ്ക്കൽ ഏരിയ സെക്രട്ടറി എം നസീർ, എസ് വിക്രമൻ, RS ബിജു, വി സുബ്ബലാൽ, ലതിക വിദ്യാധരൻ, കെ മധു, ടി പ്രതാപൻ, വി വേണു, ആർ ശ്രീകുമാർ, TR തങ്കരാജൻ തുടങ്ങി നിരവധി നേതാക്കൾ സംസാരിച്ചു. ലൈവ് വാർത്ത കടയ്ക്കൽ. ചണ്ണപ്പേട്ടയിൽ മീൻകുളം ലൂർദ് മാതാ പബ്ലിക് സ്കൂളിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ PTA-യുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുല്ലക്കര രത്നാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുല്ലക്കര രത്നാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കാൻ, ഒരു കുട്ടിയുടെ അഭിരുചി 15ാമത്തെ വയസ്സിൽ കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പം അത് 15ാമത്തെ വയസ്സിൽ പറ്റുകയില്ല എന്നുള്ളതുകൊണ്ടാണ് 16ാമത്തെ വയസ്സിലേക്ക്, അതായത് 6ാമത്തെ വയസ്സിൽ സ്കൂളിൽ ചേർത്താൽ മതി എന്ന് തീരുമാനിച്ചതാണ്. അതിൽ നിന്നാണ് ഒരു കുട്ടിക്ക് സയൻസിലാണോ താല്പര്യം, സയൻസിൽ തന്നെ ഫിസിക്സിലാണോ താല്പര്യം, കെമിസ്ട്രിയിലാണോ താല്പര്യം, ശില്പകലയിലാണോ താല്പര്യം, സംഗീതത്തിലാണോ താല്പര്യം, കളിയിലാണോ താല്പര്യം, കലയിലാണോ താല്പര്യം, എക്കണോമിക്സിലാണോ താല്പര്യം, കച്ചവടത്തിലാണോ താല്പര്യം, ഏതിലാണ് താല്പര്യമെന്നൊരു കുട്ടിയുടെ പ്രതിഭ പ്രകാശമാനമാകാൻ 15ാമത്തെ വയസ്സിൽ നടത്തുന്ന പരീക്ഷയ്ക്ക് കഴിയുമെന്നതാണ് ഒരു പഴയ ധാരണ. നിർഭാഗ്യവശാൽ ഇപ്പോൾ എല്ലാ വിദ്യാഭ്യാസ വിദഗ്ധന്മാരും പറയുന്നത് നിങ്ങൾ 19 വരെ വിജയിക്കുന്നു, നിങ്ങളുടെ പ്രതിഭ എന്താണെന്ന് കൃത്യമായി അളക്കാൻ പരീക്ഷ പര്യാപ്തമല്ല. ആരാണ് പിന്നെ ഈ വിസ്ഫോടനം നടക്കുന്ന വിജ്ഞാനത്തിൻ്റെ ഏത് തലങ്ങളിലാണ് നിങ്ങളുടെ പ്രതിഭയും അഭിരുചിയുമെന്ന് പരീക്ഷ കൊണ്ട് അളന്നെടുക്കാൻ പറ്റുകയില്ല. ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറന്റ് ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു. എല്ലാ വിഷയങ്ങൾക്കും A1 ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് MLA സ്കൂളിന്റെ വക സ്നേഹോപകാരമായി സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മേർലി കൈതപ്പറമ്പിൽ, പ്രിൻസിപ്പൽ ഷൈനി ജോസ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോബിൻ തൈപ്പറമ്പിൽ, അലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജുമൈലത്ത് ഷാജഹാൻ, സ്കൂൾ മാനേജ്മെന്റ് സെക്രട്ടറി ജെയിംസ് ജോസഫ് ഒറ്റപ്ലാക്കൻ, PTA പ്രസിഡന്റ് സജി ജോസഫ് ഇല്ലിക്കൽ, പഞ്ചായത്ത് അംഗം ജേക്കബ് മാത്യു, HMC അംഗം ജോസ് മാത്യു ആനിത്തോട്ടിൽ, KB സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇടമുളയ്ക്കലിൽ ജവാഹർ ഹൈസ്കൂളിന് സമീപം അപകടങ്ങൾ പതിവാകുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ സുരക്ഷിതമായെത്താൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിന്റെ വശങ്ങളിൽ സ്കൂളിന്റെ സാമീപ്യം സൂചിപ്പിക്കുന്ന സൈൻ ബോർഡുകളോ വേഗത കുറയ്ക്കുന്നതിനുള്ള ഹമ്പുകളോ സ്പീഡ് ബ്രേക്കറുകളോ സ്ഥാപിച്ചിട്ടില്ല. വളവുകളും തിരിവുകളും ഇല്ലാത്ത റോഡായതിനാൽ അമിത വേഗതയിലാണ് വാഹനങ്ങൾ കടന്നുപോകുന്നത്. ഈ ഭാഗത്ത് ഇപ്പോൾ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. അടുത്തിടെ ഇവിടെ 2 അപകട മരണങ്ങളും സംഭവിച്ചു. എന്നാൽ ഇതൊന്നും അധികാരികളുടെയോ പഞ്ചായത്തിന്റെയോ ശ്രദ്ധയിലില്ല. സ്കൂളിന് സമീപമായാണ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. PTA-യും രക്ഷിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായി സ്കൂളിൽ പ്രവേശിക്കുന്നതിന് സ്പീഡ് ബ്രേക്കറെങ്കിലും സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ അധികാരികളെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പ്രത്യേകിച്ചും വൈകുന്നേരമാണ് ഒരുമിച്ച് കുട്ടികൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കുട്ടികളായതുകൊണ്ട് തന്നെ അവർ ഈ വക ട്രാഫിക് സിഗ്നലുകളെ പറ്റിയോ ട്രാഫിക് നിയമങ്ങളെ പറ്റിയോ ബോധവാന്മാരല്ലാത്തതുകൊണ്ട് പലപ്പോഴും റോഡിലേക്ക് ഓടിച്ചെന്ന് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൽ വരുന്നവരാണ്. പക്ഷേ അവർക്ക് ശ്രദ്ധിക്കാൻ ഉതകുന്ന സിഗ്നലുകളൊന്നും തന്നെ റോഡിലില്ലാത്തതുകൊണ്ട് പലപ്പോഴും അപകടങ്ങളുടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന മീറ്റിങ്ങിൽ അത് അധികാരിയുടെ അടുത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ സ്കൂൾ തുറന്നിട്ട് ഇതുവരെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ല.
അപകടമരണങ്ങൾ ഉണ്ടായ ശേഷവും അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല. ബന്ധപ്പെട്ടവർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത ദുരന്തങ്ങൾക്ക് ഇവിടം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ രൂപതാ വികാരി ജനറലായിരുന്ന ഫാദർ മാർട്ടിൻ പി ഫെർണാണ്ടസ് നിര്യാതനായി. ചൊവ്വാഴ്ച രാത്രി 11 അടൂർ ഹോളി ക്രോസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. പത്തനാപുരത്ത് KSRTC ബസിന് നേരെ വീണ്ടും ആക്രമണം. ഡിപ്പോയിൽ നിർത്തിയിട്ടിരുന്ന ബസിന്റെ ചില്ല് എറിഞ്ഞുടച്ചു. അരിപ്പ ഭൂസമരത്തിന് ഹിന്ദു ഐക്യവേദിയുടെ പിന്തുണ. സമരക്കാർക്ക് കൃഷിഭൂമി ലഭ്യമാക്കണമെന്നും ഹിന്ദു ഐക്യവേദി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ. കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ. ഇടിമണിക്കൽ ജുവലറി പുനലൂർ. കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ. ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ. ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.